ഭാര്യയും ഭർത്താവും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബം. അതിനിടെ അവരുടെ ഇടയിലേക്ക് ബന്ധുവായ ഒരു യുവതി കടന്നു വരുന്നു. പതിയെ പതിയെ ആ ബന്ധം വഴിവിട്ട സൗഹൃദമായി മാറി. പിന്നീട് അവൾക്ക് അയാൾ എല്ലാമായി. വിട്ടുപിരിയാനാകാത്ത വിധം ഇരുവരും തമ്മിലുള്ള അടുപ്പം വളർന്നു. അങ്ങനെ ഭാര്യ ഉപേക്ഷിച്ച് തന്നെ വിവാഹം കഴിക്കണമെന്ന് യുവതിക്ക് പിടിവാശി. പക്ഷെ തൻ്റെ കുടുംബം തകരുമെന്നായപ്പോൾ, ഈ അവിഹിത ബന്ധത്തെക്കുറിച്ച് ഭാര്യ അറിയുമെന്നായപ്പോൾ വൈശാഖൻ കാമുകിയെ ഒഴിവാക്കാൻ നടത്തിയ ശ്രമം. നമുക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഒന്നിച്ച് മരിക്കാമെന്നുള്ള ആൺസുഹൃത്തിൻ്റെ വാക്ക് കേട്ട് അവൾ എത്തിയതാണ്. ഒടുവിൽ അയാളുടെ ചതിയിൽ ആ യുവതിയുടെ കഴുത്തിൽ വീണത് കൊലക്കയറാണ്. ഇതോടൊപ്പം തൃപ്പൂണിത്തുറയിലെ +1കാരിയുടെ ആത്മഹത്യയും പാലക്കാടും തൃശ്ശൂരും ആലപ്പുഴയിലും വിദ്യാർത്ഥികൾ നേരിട്ട ക്രൂരമർദ്ദനവും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാണ്. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒന്നിച്ച് ജീവിക്കാനാകില്ലെങ്കിൽ ഒന്നിച്ച് മരിക്കാം. ചില കമിതാക്കൾ ഇങ്ങനെ കടുകൈ ചെയ്യാറുണ്ട്. കോഴിക്കോട് എലത്തൂരിലെ യുവതിയെ ആൺസുഹൃത്ത് വൈശാഖൻ പറഞ്ഞ് കബളിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഈ മാസം 23 ഉച്ചയ്ക്കാണ് അയാൾ കാമുകിയെ എലത്തൂരിലുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ചത്. പിന്നീട് ഇരുവരും 2 സ്റ്റൂളുകളിൽ കയറി നിന്ന് കഴുത്തിൽ കുരുക്കിട്ടപ്പോൾ വൈശാഖൻ പെട്ടെന്ന് താഴെ ഇറങ്ങി യുവതി നിന്ന് സ്റ്റൂൾ തട്ടിത്തെറിപ്പിക്കുന്നു. യുവതി തൂങ്ങി നിൽക്കുന്ന സമയത്തും തുടർന്ന് കെട്ടഴിച്ച് നിലത്ത് കിടത്തിയും ഇയാൾ ബലാത്സംഗം ചെയ്തു. മരണം ഉറപ്പാക്കിയ ശേഷം ബന്ധുവായ യുവതിയെ വർക്ക്ഷോപ്പിൽ ആത്മഹത്യ നിലയിൽ കണ്ടുവെന്ന് പറഞ്ഞ് ഭാര്യയെ ഫോൺ വിളിച്ചു വരുത്തിയ ശേഷമാണ് മൃതദേഹം കാറിൽ ആശുപത്രിയിൽ എത്തിച്ചത്. ആത്മഹത്യയെന്ന് കരുതിയ കേസിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. ജനുവരി 24-നാണ് യുവതിയെ വൈശാഖന്റെ സ്ഥാപനത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. എന്നാൽ അന്വേഷണത്തിൽ ആസൂത്രിത കൊലപാതകമാണെന്ന് കണ്ടെത്തി. വിവാഹിതനായ വൈശാഖൻ യുവതിയുമായുള്ള അവിഹിത ബന്ധം പുറത്തറിയുമെന്ന ഭീതിയിലാണ് കൊലപാതകം നടത്തിയത്. ഒന്നിച്ച് ജീവിക്കാനായില്ലെങ്കിൽ ഒന്നിച്ച് തൂങ്ങിമരിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വൈശാഖന്റെ മാളിക്കടവ് അരീക്കരയിലുള്ള സ്ഥാപനത്തിലെത്തിയ ശേഷം യുവതിക്ക് ഉറക്ക ഗുളിക കലർത്തിയ ജ്യൂസ് നൽകി. അർദ്ധമയക്കത്തിലായ യുവതിയോട് കുരുക്ക് കഴുത്തിലിടാൻ പറഞ്ഞു. തുടർന്ന് തന്ത്രപരമായി മുറുക്കുകയും സ്റ്റൂൾ തട്ടിമാറ്റുകയും ചെയ്തു. യുവതി ജീവന് വേണ്ടി പിടയുന്ന സമയത്തും കുരുക്കഴിച്ച് നിലത്ത് കിടത്തിയ ശേഷവും യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചതായി പ്രതി മൊഴി നൽകിയതായും പോലീസ് വ്യക്തമാക്കി. സംഭവശേഷം വൈശാഖൻ ഭാര്യയെ വിളിച്ച യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് അബോധാവസ്ഥയിലാണെന്ന് അറിയിച്ചു. ഇവരെത്തി ഇരുവരും ചേർന്നാണ് കാറിൽ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചതും മരണം സ്ഥിരീകരിച്ചതും. യുവതി ജീവനൊടുക്കിയ സംഭവം ബന്ധുക്കളെയും പോലീസിനെയും അറിയിക്കുന്നതും വൈശാഖൻ തന്നെയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ മൃതദേഹത്തിൽ കണ്ട മർദ്ദനത്തിന്റെ പാടുകളും മുറിവുകളും സംശയമുണ്ടാക്കി. വൈശാഖന്റെ മൊഴികളിലും വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്ഥാപനത്തിലെ CCTV പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ബന്ധുവായ യുവതിയെ 16 വയസ്സ് മുതൽ ശാരീരികമായി ചൂഷണം ചെയ്യുന്നുണ്ടെന്നും പ്രതി മൊഴി നൽകി. പ്രതിയുടെ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളാണ് പ്രധാന തെളിവായത്. CCTV ഹാർഡ് ഡിസ്ക് കൈക്കലാക്കാൻ വൈശാഖൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് സ്ഥാപനം സീൽ ചെയ്തതും ഹാർഡ് ഡിസ്ക് കസ്റ്റഡിയിലെടുത്തതും അന്വേഷണത്തിൽ നിർണായകമായി. വൈശാഖനുമായി ചില പ്രശ്നങ്ങളുണ്ടെന്നും ചില ദൃശ്യങ്ങൾ ഉൾപ്പെടെ തന്റെ കയ്യിൽ ഉള്ളതിനാൽ അപകടപ്പെടുത്താൻ ശ്രമിക്കുമെന്നുമുള്ള സൂചന യുവതിയുടെ ഡയറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എലത്തൂർ CI രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പോക്സോ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. വർഷങ്ങളായി ബന്ധം തുടർന്നുവന്ന വൈശാഖനോട് യുവതി വിവാഹാഭ്യർത്ഥന നടത്തിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. വിവാഹിതനായ പ്രതിക്ക് യുവതിയുടെ ഈ ആവശ്യം അംഗീകരിക്കാനായില്ല. ബന്ധം ഭാര്യ അറിയുമെന്ന ഭയത്തിലാണ് കൊലപാതകം നടത്തിയതെന്നും പ്രതി മൊഴി നൽകി. ന്യൂസ് 18 കോഴിക്കോട്. ഇൻസ്റ്റഗ്രാം വഴി കൊറിയൻ യുവാവുമായുള്ള പ്രണയം, അടുത്തിടെ അയാളുടെ ആകസ്മിക വിയോഗം. ആ വേർപാട് അവളെ മാനസികമായി തകർത്തു. അതിൻ്റെ മനോവിഷമത്തിൽ +1 വിദ്യാർത്ഥിനി ജീവനൊടുക്കുന്നു. കേൾക്കുമ്പോൾ ഒരു സാങ്കല്പിക കഥ പോലെ ഉണ്ടല്ലേ? എറണാകുളം തിരുവാങ്കുളത്ത് +1 വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ കേസിലാണ് കൊറിയൻ കാമുകനെ കുറിച്ച് കേട്ടത്.
രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ ആദിത്യ പാറമടയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ കൊറിയൻ പ്രണയത്തിന് പിന്നിൽ ആരായിരിക്കും? പെൺകുട്ടി പറഞ്ഞ യുവാവ് യഥാർത്ഥത്തിൽ മരിച്ചിട്ടുണ്ടാകുമോ? മരണത്തിലേക്ക് നയിച്ചതിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ശാസ്താമുകൾ കിണറ്റിങ്കൽ വീട്ടിൽ മഹേഷ് രമ്യ ദമ്പതികളുടെ ഏകമകൾ ആദിത്യയാണ് മരിച്ചത്. രാവിലെ 9 മണിയോടെ ശാസ്താമുകൾ ഭാഗത്തെ പാറമടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ പതിവ് പോലെ സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ആദിത്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സ്കൂൾ യൂണിഫോം ധരിച്ച നിലയിലായിരുന്നു മൃതദേഹം. പാറമടയുടെ കരയിൽ സ്കൂൾ ബാഗ് ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടത്. ബാഗിനുള്ളിൽ ഉച്ചഭക്ഷണവും കരുതിയിരുന്നു. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിൽ മനം നൊന്താണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ആദിത്യയുടെ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. 10ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+ വാങ്ങി വിജയിച്ച കുട്ടി +1 ക്ലാസ് എത്തിയപ്പോൾ മാർക്ക് കുറഞ്ഞത് ഏറെ വിഷമമുണ്ടാക്കിയെന്നും ഇതേ ചൊല്ലി മാനസിക പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് ഷൊർണൂരിലെ അലീന എന്ന 25-കാരിക്ക് എന്താണ് സംഭവിച്ചത്? എന്തിനായിരിക്കും അവൾ കരിങ്കൽ ക്വാറിയിൽ ചാടി ജീവനൊടുക്കിയത്? ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളെപ്പോലും നേരിടാൻ ഇപ്പോഴത്തെ യുവാക്കൾക്ക് കഴിയുന്നില്ല. പിന്നീട് ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ. ദാമ്പത്യ തർക്കത്തെ തുടർന്നാണ് കൂനത്തറ സ്വദേശിനി അലീന ജോൺസൺ ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷൊർണൂർ അറാണിയിലെ കരിങ്കൽ കോറിയിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൂനത്തറ പോണാട് സ്വദേശിനി 25-കാരിയായ അലീന ജോൺസനാണ് മരിച്ചത്. പുലർച്ചെ മുതൽ അലീനയെ കാണാനില്ലായിരുന്നു. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തുന്നതിനിടയിൽ ഉച്ചയോടെ മൃതദേഹം കണ്ടെത്തി. വീട്ടിൽ നിന്ന് അല്പദൂരം മാറി ഷൊർണൂർ നഗരസഭാ പരിധിയിൽ വരുന്ന ആറാണിയിലെ കോറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അലീന വിവാഹിതയാണ്. കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നു. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് 18 പട്ടാമ്പി. കുട്ടികൾ മാതാപിതാക്കളോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ട് വാശി പിടിക്കാറില്ലേ? അതിൽ ചിലതൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കും. എന്നാൽ മക്കൾക്ക് അപകടം വരുന്ന എന്തെങ്കിലും കാര്യം അവർ ചോദിച്ചാലോ? കോട്ടയം പാമ്പാടിയിലെ 2 കുട്ടികൾക്ക് കാറിൻ്റെ ബോണറ്റിൽ നിന്ന് സാഹസിക യാത്ര നടത്തണമെന്ന് ആഗ്രഹം. മക്കളുടെ ആഗ്രഹത്തെക്കുറിച്ച് കേട്ടപാടെ തലയ്ക്ക് വെളിവില്ലാത്തൊരു പിതാവ് കാറുമായി ഇറങ്ങി. കുട്ടികളെ കാറിൻ്റെ ബോണറ്റിലിരുത്തി യാത്ര ചെയ്ത യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാമ്പാടി സ്വദേശി ജ്യോതിഷിൻ്റെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:15 സംഭവം. കോട്ടയം പാമ്പാടി വട്ടുകളം ആലപ്പാട് പടി റോഡിൽ കാറിന്റെ ബോണറ്റിൽ കുട്ടികളെ ഇരുത്തി വട്ടുകളം സ്വദേശി ജ്യോതിഷ് കുമാർ വാഹനമോടിക്കുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പോലീസ് അടിയന്തരമായി ഇടപെട്ടത്. കാറിന്റെ നമ്പർ പരിശോധിച്ച് വീട്ടിലെത്തിയ പോലീസ് വാഹനം പിടിച്ചെടുത്തു. തുടർന്ന് ജ്യോതിഷ് കുമാറിനെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. കുട്ടികൾ നിർബന്ധിച്ചതിനെ തുടർന്നാണ് ബോണറ്റിലിരുത്തി വാഹനം ഓടിച്ചതെന്ന് ജ്യോതിഷ് മൊഴി നൽകി. സംഭവത്തിൽ പാമ്പാടി പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ട് കൈമാറും. റിപ്പോർട്ട് പരിഗണിച്ച ഇയാളുടെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കുന്ന നടപടിയിലേക്ക് MVD കടക്കും. ന്യൂസ് 18 കോട്ടയം. പൊതുസ്ഥലത്ത് വെച്ചുള്ള മദ്യപാനവും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും തെറ്റല്ലേ?
ഒരു സാധാരണക്കാരനെ മദ്യലഹരിയിൽ കണ്ടാൽ ഈ നാട്ടിലെ പോലീസുകാർ എന്തായിരിക്കും ചെയ്യുക? അവനെന്തോ മഹാപരാധം ചെയ്യുന്ന രീതിയിൽ വിരട്ടലും കേസുമൊക്കെ എടുക്കും. എന്നാൽ ഇങ്ങനെ നിയമം നടപ്പാക്കേണ്ട പോലീസുകാർ നിയമലംഘനം കാട്ടിയാലോ? തിരുവനന്തപുരം കഴക്കൂട്ടത്തെ പോലീസുകാരുടെ പരസ്യ മദ്യപാനത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു. സ്റ്റേഷന് മുന്നിൽ സ്വകാര്യ കാറിലിരുന്ന് പരസ്യമായി മദ്യപിച്ച 6 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. പോലീസുകാരെ നല്ല നടപ്പ് പരിശീലനത്തിന് അയക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ എതിർവശം സ്വകാര്യ കാറിലിരുന്ന് മദ്യപിച്ച 6 പോലീസുകാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഗ്രേഡ് എസ് ഐ ബിനു, സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, രതീഷ്, മനോജ്, അഖിൽരാജ്, അരുൺ എന്നിവർക്കെതിരെയാണ് നടപടി. ഗുരുതര വീഴ്ചയെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് കടുത്ത നടപടിയെടുത്തത്. ജോലി സമയത്താണ് ഇവർ മദ്യപിച്ചത്. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറാണ് പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയത്. ഇവരിൽ 2 പേർ മദ്യപിച്ചിരുന്നില്ലെങ്കിലും പരസ്യമദ്യപാനത്തിൽ ഒപ്പമിരുന്നതിന് നടപടിയെടുക്കുകയായിരുന്നു. ഗ്രേഡ് എസ് ഐ ബിനുവിനെതിരെ മദ്യപിച്ച് വാഹനമോടിച്ചതിന് കേസെടുക്കും. കഴക്കൂട്ടത്തെ ഹോട്ടലുടമയുടെ മകളുടെ വിവാഹ സൽക്കാരത്തിന് മുന്നോടിയായിട്ടായിരുന്നു മദ്യപാനം. സിവിൽ ഡ്രസ്സിലായിരുന്നു എല്ലാവരും. രാവിലെ സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയ പോക്സോ കേസ് പ്രതിയാണ് പോലീസുകാരുടെ ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിട്ടതെന്നാണ് വിവരം. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അന്വേഷണം ആരംഭിച്ച പോലീസ് കമ്മീഷണർ മണിക്കൂറുകൾക്കകം 6 പേരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഈ പോലീസുകാരെ നല്ല നടപ്പ് പരിശീലനത്തിന് അയക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ നാട്ടിലെ എല്ലാ നിയമവും സ്ത്രീകൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്ത് ചിലർ പുരുഷന്മാരെ വേട്ടയാടുന്നുണ്ട്. എന്നാൽ കോഴിക്കോട്ടെ ഷിംജിത എന്ന യുവതിയുടെ അനുഭവം നിങ്ങൾക്കൊക്കെ ഒരു പാഠമാകേണ്ടതാണ് കേട്ടോ. ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിത അത്ര പെട്ടെന്നൊന്നും ജയിലിന് പുറത്തിറങ്ങില്ല. യുവതിയുടെ ജാമ്യാപേക്ഷ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി തള്ളി. ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്നതിനിടെ പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. സാക്ഷികളെ കൂറുമാറ്റിക്കാനുള്ള സാധ്യതയും കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് പരിശോധന ആവശ്യമാണെന്നതും ചൂണ്ടിക്കാട്ടി ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതിക്ക് സമൂഹത്തിൽ പ്രശസ്തിയും പോസ്റ്റുകൾക്ക് കൂടുതൽ റീച്ചും സാമ്പത്തിക ലാഭവും ലഭിക്കുന്നതിനായി കുറ്റം ചെയ്തുവെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതിക്രമം നേരിട്ടെന്ന് പരാതിപ്പെടാതെ വീഡിയോ പ്രചരിപ്പിച്ചത് ദുരുദ്ദേശത്തോടെയാണെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതി പകർത്തിയ വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലാതെ ദീപക് മരിക്കാൻ മറ്റ് കാരണങ്ങളില്ല. ജാമ്യം ലഭിച്ചാൽ പ്രതി ഇനിയും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമെന്നും പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. കണ്ണൂർ പയ്യന്നൂരിൽ നിന്നുള്ള തിരക്കേറിയ ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് ഷിംജിത പോസ്റ്റ് ചെയ്ത വീഡിയോകൾ വൈറലായതിനെ തുടർന്ന് ജനുവരി 18-നാണ് ദീപക് ജീവനൊടുക്കിയത്. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് സാക്ഷിമൊഴികളും രേഖപ്പെടുത്തിയിരുന്നു. അസ്വാഭാവികമായ ഒന്നും ബസ്സിൽ നടന്നിട്ടില്ലെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഈ മാസം 21-നാണ് ഷിംജിത മുസ്തഫ അറസ്റ്റിലായത്. ദീപകിന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരായ നടപടി. തനിക്ക് ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടു എന്ന മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഷിംജിത. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് നെന്മാറയിൽ അയൽവാസിയുടെ ക്രൂരത കാരണം അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന 2 പെൺകുട്ടികളുണ്ട്. 2019 അമ്മയുടെ കൊലപാതകം. കഴിഞ്ഞ വർഷം അച്ഛനും മുത്തശ്ശിയും കൊല്ലപ്പെടുന്നു. ഈ കുട്ടികൾക്ക് നീതി കിട്ടണം. അവരെ അനാഥരാക്കിയ പ്രതി ചെന്താമരയ്ക്ക് ഉടൻ ശിക്ഷ ഉറപ്പാക്കണം. ഇരട്ടക്കൊലക്കേസ് നടന്ന് 1 വർഷമായിട്ടും വിചാരണ നടപടികൾ ആരംഭിക്കാത്തത് നീതി നിഷേധമാണ്. വിചാരണ ഉടൻ ആരംഭിക്കണമെന്നും കൊടും കുറ്റവാളിയായ ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നുമാണ് സുധാകരൻ്റെ മകൾ അഖില ആവശ്യപ്പെടുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച സംരക്ഷണവും സഹായങ്ങളും വാഗ്ദാനത്തിൽ ഒതുങ്ങിയെന്നും കുടുംബം പറയുന്നു.
2025 ജനുവരിയിലാണ് പോത്തുണ്ടിയിൽ നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകമുണ്ടായത്. അയൽവാസിയായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരുന്നു. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണമായത് സജിതയടക്കമുള്ള അയൽവാസികളാണെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സജിതയെ കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തിയത്. 1 വർഷമായിട്ടും കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കാത്തതിൽ നിരാശയിലാണ് സുധാകരന്റെ കുടുംബം. പ്രതിയെ ഭയന്ന് പോത്തുണ്ടിയിലെ ബോയൻ നഗറിൽ നിന്ന് പലരും താമസം മാറി. സ്വസ്ഥവും സമാധാനവുമായി കഴിയാൻ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിക്കണമെന്നും കുടുംബം പറയുന്നു. അയാൾക്ക് നല്ലപോലെ തൂക്കുകയറ തന്നെ കിട്ടണം. അയാൾ ഇനി പുറത്തിറങ്ങാനേ പാടില്ല. നല്ലപോലെ ശിക്ഷ അനുഭവിക്കണം. 3 പേരിനെ കൊന്നിട്ട് അയാളിപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കും. ഇനി അയാൾ പുറത്തിറങ്ങാനും പറ്റില്ല. നല്ല തൂക്കുകയറ തന്നെ അയാൾക്ക് കൊടുക്കണം. ഇല്ല, ഒന്നുമേ കിട്ടിയിട്ടില്ല. എല്ലാം അപ്പം പറഞ്ഞിട്ട് പോയത് തന്നെയാണ്. അതേപോലെ ധനസഹായം കിട്ടി പറഞ്ഞിട്ട് എല്ലാവരും പറയണ്ടായിരുന്നു. നമുക്കൊന്നുമേ കിട്ടിയിട്ടില്ല. നമ്മൾ എല്ലാവരും പറയുമ്പോൾ തന്നെയാണ് നമ്മളും അറിയണത്. ലീഗലായിട്ട് ആരും കോൾ ഒന്നും അറിയിച്ചിട്ടൊന്നുമില്ല. നല്ല ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യണം. അല്ലാണ്ട് കുട്ടികൾ പേടിച്ചിട്ട് രാത്രി മുഴുക്ക് ഉറങ്ങണില്ല. 6 മണിയാകുമ്പോഴേക്ക് കുട്ടികൾ പറഞ്ഞ് കിടുകിട് വറക്കുക ചെയ്യുന്നു. ഒന്നും കിട്ടിയിട്ടില്ല. അതപ്പോൾ പറയുന്നത് 2-3 ലക്ഷം കിട്ടി പറയുന്നു. ഞങ്ങളുടെ കയ്യിൽ ഒരു 10 പൈസ പോലും കിട്ടിയിട്ടില്ല. പറയേണ്ട എല്ലാവരും ചുറ്റുപാടും കൂടെ TV വന്ന് അത് വന്നു ഇത് വന്നു പറയുന്നു. ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. സർക്കാർ വാഗ്ദാനം ചെയ്ത ധനസഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. ബന്ധുവീട്ടിലാണ് കുടുംബം നിലവിൽ കഴിയുന്നത്. സുധാകരന്റെ മൂത്ത മകൾ അതുല്യയ്ക്ക് സർക്കാർ ജോലി നൽകാമെന്ന വാഗ്ദാനവും നടപ്പായിട്ടില്ല. ഇക്കാര്യങ്ങളിൽ ഉടൻ നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അടുത്ത മാസം 25-ന് കേസിന്റെ വിചാരണ തുടങ്ങുമെന്നാണ് വിവരം. ന്യൂസ് 18 പാലക്കാട്. പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ സഖാക്കൾക്ക് ഏത് നിയമമാണ് ബാധകം? കോടതി വിധിക്ക് പോലും പുല്ലുവില കൽപ്പിക്കുന്നവർ. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM കൗൺസിലർ VK നിഷാദ് പരോൾ ചട്ടം ലംഘിച്ചതാണ് പുതിയ വിവാദം. നിഷാദ് CPM പരിപാടിയിൽ പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്തുവന്നു. വി കുഞ്ഞികൃഷ്ണനെതിരായ CPM പ്രതിഷേധത്തിലാണ് നിഷാദ് പങ്കെടുത്തത്. ഒരു രാഷ്ട്രീയ പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല എന്നാണ് പരോൾ ചട്ടം. അച്ഛന് അസുഖമാണെന്ന് പറഞ്ഞാണ് നിഷാദ് അടിയന്തര പരോൾ നേടിയത്. 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട VK നിഷാദ് ജയിലിൽ കിടന്നത് 1 മാസം മാത്രമാണ്. 2012 ഓഗസ്റ്റ് 1-ന് പയ്യന്നൂർ പോലീസ് സംഘം സഞ്ചരിച്ച ജീപ്പിന് നേരെ ബോംബെറിഞ്ഞ കേസിലാണ് ഇയാളെ കോടതി ശിക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം വി കുഞ്ഞികൃഷ്ണനെതിരായ CPM പ്രതിഷേധത്തിൽ നിഷാദ് പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. VK നിഷാദ്, TCV നന്ദകുമാർ എന്നിവരെയാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കൊലപാതക ശ്രമം, ബോംബേർ അടക്കമുള്ള കുറ്റങ്ങളിലാണ് ശിക്ഷ. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ P ജയരാജന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു 2012-ലെ സംഭവം. 4 പ്രതികളിൽ 1ഉം 2ഉം പ്രതികളാണ് നിഷാദും നന്ദകുമാറും. 20 വർഷം തടവിനു പുറമെ 2 പേരും 2.5 ലക്ഷം രൂപ വീതം പിഴയടയ്ക്കാനും കോടതി വിധിച്ചിരുന്നു. നിലവിൽ പയ്യന്നൂർ നഗരസഭാ കൗൺസിലറും DYFI ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയുമാണ് VK നിഷാദ്. ന്യൂസ് 18 പയ്യന്നൂർ. കേരളം അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുടെ താവളമാവുകയാണ്. വിദേശത്തു നിന്നും മാരക ലഹരി വസ്തുക്കൾ വിമാനമാർഗമാണ് ഇവിടെ എത്തിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ 4 കിലോ രാസലഹരിയുമായി പിടിയിലായത് വിദേശ വനിതയാണ്. ടോങ്കോ സ്വദേശിനിയിൽ നിന്ന് കസ്റ്റംസ് പിടിച്ചെടുത്തത് സെഡേറ്റീവ് ഹിപ്നോട്ടിക് മരുന്നായ മെത്താക്കലോണാണ്. ഇവർ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമെന്നാണ് കസ്റ്റംസിന്റെ പ്രാഥമിക നിഗമനം. ദോഹയിൽ നിന്ന് കൊച്ചിയിലെത്തിയ ടോങ്കോ സ്വദേശിയായ 44-കാരി ലത്തിഫാറ്റു ഔറോ ഡൽഹിയിലേക്ക് പോകാനായി ആഭ്യന്തര ടെർമിനലിൽ കാത്തിരിക്കുകയായിരുന്നു. യുവതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സിയാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരുടെ ബാഗ് പരിശോധിച്ചു.
തുടർന്ന് കസ്റ്റംസ് എത്തി നടത്തിയ വിശദമായ പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെത്തിയത്. മാരക രാസലഹരിയായ മെത്താക്യുലോണാണ് കണ്ടെത്തിയത്. ബാഗിലെ സാധനങ്ങൾക്കിടയിൽ 2 കിലോയുടെ 2 പാക്കറ്റിലായാണ് ലഹരിമരുന്ന് ഒളിപ്പിച്ചിരുന്നത്. ഡൽഹിയിലെത്തിച്ച് ലഹരിമരുന്ന് വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി. പിടിയിലായ യുവതി മുൻപും സമാനമായ രീതിയിൽ ലഹരിമരുന്ന് കടത്തിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് നൽകുന്ന സൂചന. അന്താരാഷ്ട്ര ലഹരിമരുന്ന് മാഫിയയുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് കടത്ത് വ്യാപകമാകുന്നു എന്ന സൂചനകളെ തുടർന്ന് കസ്റ്റംസും സുരക്ഷാ വിഭാഗവും പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയകൾ സ്ത്രീകളെ ഉപയോഗിച്ച് ഹൈബ്രിഡ് കഞ്ചാവും രാസലഹരിയും കടത്തുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കമന്റ് അടിച്ചത് ചോദ്യം ചെയ്തതിന് തിരുവനന്തപുരം ആറ്റിങ്ങലിൽ യുവദമ്പതിമാർക്ക് നേരെ ആക്രമണം. മുരിക്കുമ്പുഴ സ്വദേശിക്കും ഭാര്യയ്ക്കുമാണ് കഴിഞ്ഞ ദിവസം രാത്രി മർദ്ദനമേറ്റത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 6 പേർക്കെതിരെ ആറ്റിങ്ങൽ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ 30ഓളം മോഷണ കേസുകളിലെ പ്രതിയായ കല്ലിയൂർ സ്വദേശി ശ്രീകാന്താണ് പിടിയിലായത്. ബൈക്ക് മോഷണ കേസിൽ പിടികൂടുമ്പോൾ ഇയാളുടെ കൈവശമുണ്ടായിരുന്നത് 66 പവൻ സ്വർണവും 67,000 രൂപയുമെന്ന് പോലീസ് പറഞ്ഞു. ആലപ്പുഴയിൽ കുപ്രസിദ്ധ മോഷ്ടാവും സഹായിയും പിടിയിൽ. കായംകുളം കൃഷ്ണപുരം സ്വദേശി സ്പൈഡർ എന്ന് വിളിക്കുന്ന സുനിൽ പി, ഇയാളുടെ സഹായിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ പുള്ളിക്കണക്ക് സ്വദേശി ജിതേഷ് എന്നിവരെയാണ് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘവും വള്ളികുന്നം പോലീസും ചേർന്ന് പിടികൂടിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റപത്രം നൽകാത്തതിനെ വിമർശിച്ച് ഹൈക്കോടതി. പ്രതികൾക്ക് എങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നുവെന്നും ഇത് ഗുരുതര വിഷയമെന്നും കോടതി വിലയിരുത്തി. അതേസമയം അന്വേഷണത്തിൽ SITക്ക് വീഴ്ചയുണ്ടായെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. സ്വർണം ചെമ്പാക്കിയ മിനിറ്റ്സിന്റെ ശാസ്ത്രീയ പരിശോധന നടത്താതെ മെല്ലെപ്പോക്ക് നടത്തുന്നതായാണ് ആരോപണം. മക്കൾ പ്രണയബന്ധങ്ങളിൽ പെട്ടുപോയാൽ അവരെ ഉപദേശിച്ച് അതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണോ? നല്ലൊരു ശതമാനം കൗമാരക്കാരും പ്രണയബന്ധങ്ങളിൽ ചെന്നു വീഴുന്നത് വീട്ടിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും അംഗീകാരത്തിൻ്റെയും കുറവുകൊണ്ടാകാം. പക്ഷെ പല അപക്വമായ പ്രണയബന്ധങ്ങളും കുട്ടികളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്നതാണ്. കണ്ണൂർ പേരാവൂരിൽ ഏതാനും മാസം മുൻപ് 15-കാരി തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത കേസിനെക്കുറിച്ച് പരിശോധിക്കാം. വീട്ടുകാരുടെ മൊഴിയെടുത്തതിൽ നിന്ന് പോലീസിന് ചില സൂചനകൾ ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു യുവാവുമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്ന വിവരം അറിഞ്ഞത്. പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന ഫോണിലേക്ക് ആൺ സുഹൃത്ത് നിരന്തരം വിളിച്ചിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ പേരാവൂർ സ്വദേശി വിഷ്ണു കുറ്റം സമ്മതിച്ചതോടെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയെ ഇയാൾ പലതവണ പീഡിപ്പിച്ചിരുന്നുവെന്നാണ് വിവരം. ഈ പെൺകുട്ടിയുടെ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചതിക്കപ്പെടാതിരിക്കാൻ, ജീവിതം തകർന്നു പോകാതിരിക്കാൻ അല്പം ജാഗ്രതയാണ് വേണ്ടത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.